സിപിഎം വർഗീയതയ്ക്കെതിരായ യുഡിഎഫ് പരിപാടിയിൽ ലൈംഗിക അധിക്ഷേപവുമായി ആർഎംപി നേതാവ്. വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരെയാണ് ആർഎംപി നേതാവ് കെ.എസ്. ഹരിഹരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയത്. കെ ശൈലജ ടീച്ചറുടെ അശ്ലീല വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്നും ഹരിഹരൻ ചോദിച്ചു. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും അത്? ഹരിഹരനെ തള്ളി കെ രമ രംഗത്തെത്തി. പരാമർശം തെറ്റായെന്നും ഒരിക്കലും പാടില്ലാത്തതാണെന്നും രമ പറഞ്ഞു. പ്രസംഗം വിവാദമായതോടെ കെ.എസ്. ഹരിഹരൻ സമൂഹമാധ്യമങ്ങളിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. എം.എസ്. അനീഷ് കുമാറുണ്ട്. അനീഷ്, ഹരിഹരന്റെ പ്രസ്താവന തള്ളി കെ രമ അടക്കമുള്ളവർ രംഗത്തെത്തി. പരാമർശം തെറ്റായെന്നും ഇത് പാടില്ലാത്തതാണെന്നും രമ പറഞ്ഞു. നിയമ നടപടിക്ക് ഡിവൈഎഫ്ഐയുമുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഖേദപ്രകടനം വരുന്നത്. ഇതിൽ തീരുന്നതാണോ ഈ ഒരു വിവാദം? പാർവതി, ഇതുകൊണ്ട് ഈ വിവാദം അവസാനിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ഇതുപോലുള്ള പരസ്പരമുള്ള വിവാദങ്ങൾ കൊണ്ടും കൊടുത്തുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും പ്രചാരണവുമായി അല്ലെങ്കിൽ പരിപാടികളുമായി ഈ രണ്ട് മുന്നണികളും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വടകരയിൽ കാണാൻ കഴിയുന്നത്. സിപിഎമ്മും കോൺഗ്രസും യുഡിഎഫും ആർഎംപിയും എല്ലാം വെവ്വേറെ രീതിയിൽ, യൂത്ത് ലീഗ് അടക്കമുള്ളവരൊക്കെ വെവ്വേറെ രീതിയിൽ ഓരോ പ്രചാരണ പരിപാടികളുമായി വർഗീയതയ്ക്ക് എതിരെ അല്ലെങ്കിൽ പരസ്പരം ഇരുപക്ഷവും വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇത്തരമൊരു പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ നടന്ന ഏറ്റവും ഒടുവിലത്തെ പരിപാടിയായിരുന്നു ഇന്നലെ വടകരയിൽ സംഘടിപ്പിച്ചത്. വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം അല്ലെങ്കിൽ സിപിഎം വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന വിഷയം അല്ലെങ്കിൽ ആ പേരിലാണ് ഇന്നലെ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ പരിപാടിയിലെ പ്രസംഗത്തിലാണ് ഈ കെ ശൈലജ ടീച്ചർക്കെതിരെ അധിക്ഷേപവുമായി ആർഎംപി നേതാവ് രംഗത്തെത്തിയത്. ടീച്ചറുടെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുമെന്നായിരുന്നു ഹരിഹരന്റെ പരാമർശം. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വീഡിയോ വിവാദം വലിയ ചർച്ചയായി മാറുന്നു. യുഡിഎഫ് ക്യാമ്പിൽ നിന്ന് തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു, തന്റെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നു, ഒപ്പം മത നേതാക്കളുടെയും മറ്റും പേരുകൾ ചേർത്ത് തനിക്കെതിരെ യുഡിഎഫ് ഹാൻഡിലുകളിൽ പ്രചാരണം നടക്കുന്നു. ഇതിന് സ്ഥാനാർത്ഥിക്കും ഉത്തരവാദിത്വമുണ്ട് എന്നായിരുന്നു ടീച്ചർ ആരോപിച്ചത്. പിന്നീട് ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ ഫോൺ വീഡിയോ ഉണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല, വ്യാജ വീഡിയോകൾ തനിക്കെതിരെ പ്രചരിക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് ശൈലജ ടീച്ചർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ ഫോൺ വീഡിയോയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ വളരെ ശക്തമാക്കുകയും ഇത്തരത്തിൽ ഫോൺ വീഡിയോ എന്ന വ്യാജ പ്രചാരണം നടത്തി യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ജനസമ്മതി കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങളാണ് എൽഡിഎഫ് ക്യാമ്പ് നടത്തിയെന്ന് ഷാഫി പറമ്പിലടക്കം ആരോപിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതേ തുടർന്ന് ഈ വിഷയം വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ഒപ്പം ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് തലേന്ന് കാഫറിന് വോട്ട് നൽകരുത് എന്ന പേരിലൊരു സ്ക്രീൻഷോട്ട് മണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്നാണ് യൂത്ത് ലീഗും കോൺഗ്രസും ഒക്കെ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ ഒരു തുടർച്ചയായാണ് ഇപ്പോൾ ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ടീച്ചർക്കെതിരെ ഒരു അധിക്ഷേപം പോസ്റ്റ് ഒരു സിനിമാ താരത്തിന്റെ കൂടെ ചേർത്ത് മഞ്ജുവാരോട് ചേർത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ആർപി നേതാവ് കെ രമ എം.എൽ.എ അടക്കമുള്ളവർ ഇക്കാര്യത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. ഇത് അനുചിതമായ ഒരു പരാമർശമാണ് എന്നാണ് കെ രമ പറയുന്നത്. വ്യക്തിപരമായും ആർഎംപി എന്ന രീതിയിലും ഇതിനെ തള്ളിക്കളയുന്നു എന്നും പറയുകയും ചെയ്തു. ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളും ഇവർക്കെതിരെ ഈ ഹരിഹരനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വടകരയിൽ നടത്തിയ പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും തന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് ഹരിഹരൻ ഫേസ്ബുക്കിൽ തന്നെ കുറിക്കുകയും ചെയ്തത്. പക്ഷേ ഈ വിവാദം ഇവിടെ കൊണ്ടൊന്നും ഒടുങ്ങുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിഹരൻ വടകരയിൽ നടത്തിയ ശ്രീവിരുദ്ധ പരാമർശം വലിയ വെല്ലുവിളിയാണ്, കേരള സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. നിയമ നടപടികൾ ഇക്കാര്യത്തിൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലുമാണ് ഡിവൈഎഫ്ഐ. പാർവതി, ആർഎംപി നേതാവ് കെ.എസ്. ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഡിവൈഎഫ്ഐ നിയമ നടപടി സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ പരാമർശം തള്ളി കെ രമ അടക്കമുള്ളവർ രംഗത്തെത്തി. വിവരങ്ങൾ നൽകിയത് എം.എസ്. അനീഷ് കുമാർ.